ആകാശത്ത് 3 പതിറ്റാണ്ടിലേറെ കാലം കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രയുടെ വിപ്ലവം സൃഷ്ടിച്ച മഞ്ഞപക്ഷി ഒടുവിൽ ചിറകറ്റു വീഴുന്നു. 33 വർഷത്തെ അഭിമാനകരമായ സേവനത്തിന് ശേഷം സ്പിരിറ്റ് എയർലൈൻസ് തങ്ങളുടെ ആഗോള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു കമ്പനിയുടെ തകർച്ചയല്ല, മറിച്ച് ആഗോള വ്യോമയാന മേഖലയെ പിടിച്ചുലയ്ക്കുന്ന വമ്പൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുന്നറിയിപ്പാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ കടബാധ്യതയും കുതിച്ചുയരുന്ന ഇന്ധന വിലയും ഒത്തുചേർന്ന് ഈ എയർലൈൻ ഭീമനെ വീഴ്ത്തിയ കഥ മാറുന്ന ലോകക്രമത്തിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികളുടെ നേർസാക്ഷ്യമാണ്. സാധാരണക്കാരന്റെ വിമാനയാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അൾട്രാലോ കോസ്റ്റ് എന്ന വിപ്ലവകരമായ മാതൃകയിലൂടെയാണ് സ്പിരിറ്റ് വിപണി പിടിച്ചത്. എന്നാൽ 2024 മുതൽ കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. 2 തവണ പാപ്പരത്തിന് അപേക്ഷ നൽകിയ ചരിത്രം ഇവർക്കുണ്ട്. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുകയും എന്നാൽ ലാഭം ഇടിയുകയും ചെയ്തതോടെ കമ്പനിയുടെ അടിത്തറ തന്നെ ഇളകി മറിഞ്ഞു. ഇതിനിടയിൽ ഇന്ധന വിലയിലുണ്ടായ ആഗോള വർധനവ് സ്പിരിറ്റിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കി. കമ്പനിയെ രക്ഷിക്കാൻ അമേരിക്കൻ ഭരണകൂടവുമായി പലവട്ടം ചർച്ചകൾ നടന്നിരുന്നു. സർക്കാരിന് വലിയ ഓഹരി നൽകിക്കൊണ്ട് ഒരു സംരക്ഷണ പദ്ധതി വരെ ചർച്ചയായി. എന്നാൽ പ്രതീക്ഷിച്ച നിക്ഷേപങ്ങൾ ലഭിക്കാതെ വന്നതോടെ ആ ചർച്ചകൾ പരാജയപ്പെട്ടു. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കോടിക്കണക്കിന് ഡോളർ കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ ആഗോള എയർലൈന്റെ അന്ത്യത്തിന് കാരണമായതെന്ന് സ്പിരിറ്റ് ഏവിയേഷൻ പ്രതിനിധി ഡേവ് ഡേവിസ് വ്യക്തമാക്കുന്നു. പ്രവർത്തനങ്ങൾ നിർത്തിയതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വലയുന്നത്. ടിക്കറ്റ് തുക റീഫണ്ട് നൽകുമെന്ന് കമ്പനി ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ ഈ മാറ്റം വിമാനയാന മേഖലയാകെ അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ലാഭവിഹിതത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബജറ്റ് എയർലൈനുകൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്ധനവിലയിലെ അസ്ഥിരതയും കടുത്ത മത്സരവും തുടർന്നാൽ സാധാരണക്കാരന് ഇനി വിമാനയാത്ര താങ്ങാനാവില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്പിരിറ്റ് എയർലൈൻസ് ചരിത്രത്തിലേക്ക് മറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. ബിസിനസ് മോഡലുകൾ എത്ര നൂതനമാണെങ്കിലും ആഗോള പ്രതിസന്ധികളെയും മാറുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കരുത്തില്ലെങ്കിൽ തകർച്ച അനിവാര്യമാണ്. അമേരിക്കൻ ആകാശത്ത് ഇനി സ്പിരിറ്റ് ഇല്ല, പകരം വലിയൊരു ശൂന്യതയും വിപണിയിലെ ആശങ്കകളും മാത്രമാണ് ബാക്കി.